അപ്പോൾ വിമർശകരുടെ വായടപ്പിക്കുന്ന പ്രകടനം ഇന്നലെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. എല്ലാവരും ഫോമിലാണ്, മെസ്സിയും എംബാപ്പയും ഒക്കെ ഫോമിലാണ്. റൊണാൾഡോ എപ്പോൾ ഫോമിലേക്ക് വരും എന്നതായിരുന്നു ആരാധകരുടെ ചോദ്യം. ഒപ്പം പോർച്ചുഗൽ ടീമിൽ വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടായി എന്നും ആളുകൾക്ക് അവരുടെ ഇടയിൽ ഒരു ഒത്തൊരുമയില്ല എന്നൊക്കെ ആരോപണമുണ്ടായിരുന്നു. പക്ഷേ എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ വിമർശനങ്ങൾക്കും ടീം മറുപടി നൽകി. ക്രിസ്ത്യാനോയുടെ ഇരട്ട ഗോൾ കരുത്തിൽ ലോകകപ്പിൽ പോർച്ചുഗൽ ആദ്യ ജയം ആഘോഷിച്ചു. എതിരില്ലാത്ത 5 ഗോളിന് ഉസ്ബെക്കിസ്ഥാനെയാണ് പോർച്ചുഗൽ തോൽപ്പിച്ചത്. പരിഹസിച്ചവർക്കും പുച്ഛിച്ചവർക്കുമെല്ലാം മാറി നിൽക്കാം. എല്ലാത്തിനും മറുപടി നൽകാൻ റൊണാൾഡോ കാത്തിരുന്ന ദിവസമെത്തി. ആ ബൂട്ടുകൾ ശബ്ദിച്ചു. ഒന്നല്ല 2 വട്ടം. 41-കാരൻ്റെ കാൽക്കരുത്തിൽ ഉസ്ബെക്കിസ്ഥാനെ തകർത്തെറിഞ്ഞ പോർച്ചുഗൽ. തുടക്കത്തിൽ തലനാരിഴയ്ക്ക് ഗോൾ നഷ്ടമായെങ്കിലും 6-ാം മിനിറ്റിൽ കാത്തിരുന്ന നിമിഷം. യാവോ കാൻസലോയുടെ ക്രോസ് റൊണാൾഡോയെ ലക്ഷ്യമാക്കി ബോക്സിലേക്ക്. റോണോയുടെ വലങ്കാൽ ഷോട്ട് നേരെ വലയിൽ. കൺകുളിർക്കെ കണ്ടു ആ ഐക്കോണിക് സെലിബ്രേഷൻ. 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം. പതിനേഴാം മിനിറ്റിൽ തകർപ്പൻ ഫ്രീ കിക്കിലൂടെ ന്യൂനോ മെൻഡസ് ലീഡ് ഉയർത്തി. 1-ാം പകുതി അവസാനിക്കാൻ മിനിറ്റുകൾ ബാക്കി നിൽക്കെ വീണ്ടും റൊണാൾഡോ മാജിക്. റൊണാൾഡോയ്ക്ക് പാസ് കൊടുക്കുന്നില്ലെന്ന ആരാധകരുടെ പഴികേട്ട ബ്രൂണോ ഫെർണാണ്ടസിന്റെ അസിസ്റ്റ്. 2-ാം പകുതിയിൽ ഉസ്ബെക്കിസ്ഥാന്റെ സെൽഫ് ഗോളും പകരക്കാരനായി ഇറങ്ങിയ റഫേൽ ലിയാവോയും പോർച്ചുഗലിന്റെ ഗോൾ പട്ടിക തികച്ചു. 5 അടിയിൽ ഉസ്ബെക്കിസ്ഥാൻ പഞ്ചർ. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.